സ്ഥിരതാമസവും PR-ഉം ആഗ്രഹിക്കുന്ന മലയാളി പ്രൊഫഷണലുകൾക്കും ഓസ്ട്രേലിയയിൽ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇമിഗ്രേഷൻ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിട്ടറി ഗവൺമെന്റ് വീണ്ടും ജനറൽ സ്കിൽഡ് മൈഗ്രേഷൻ നോമിനേഷൻ പ്രോഗ്രാം തുറന്നിരിക്കുകയാണ്. ഇതോടെ സബ് ക്ലാസ് 190 സ്കിൽഡ് നോമിനേറ്റഡ് വിസ, സബ് ക്ലാസ് 491 സ്കിൽഡ് വർക്കർ റീജിയണൽ വിസ എന്നിവയ്ക്കുള്ള സംസ്ഥാന നോമിനേഷൻ അപേക്ഷകൾ വീണ്ടും സ്വീകരിക്കാൻ തുടങ്ങി. ഓസ്ട്രേലിയൻ ഫെഡറൽ ഗവൺമെന്റിൽ നിന്ന് ആവശ്യമായ വിസ അലോക്കേഷൻ ലഭിച്ചതിന് പിന്നാലെയാണ് ഈ അവസരം ഓൺഷോർ ഓഫ്ഷോർ അപേക്ഷകൾക്കായി വീണ്ടും തുറന്നത്. ഇത് ഓസ്ട്രേലിയയിൽ നിലവിൽ സ്റ്റുഡന്റ് വിസ, ഗ്രാജുവേറ്റ് വിസ തുടങ്ങിയ താൽക്കാലിക വിസകളിൽ കഴിയുന്നവർക്കും ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയൻ PR ലക്ഷ്യമിടുന്ന പ്രൊഫഷണലുകൾക്കും പ്രധാനപ്പെട്ട അവസരമാണ്. ആദ്യം സബ് ക്ലാസ് 190 എന്താണെന്ന് നോക്കാം. സബ് ക്ലാസ് 190 ഒരു പെർമനന്റ് റെസിഡൻസി വിസ ആണ്. ഈ വിസ ലഭിച്ചാൽ അപേക്ഷകനും യോഗ്യരായ കുടുംബാംഗങ്ങൾക്കും ഓസ്ട്രേലിയയിൽ സ്ഥിരമായി താമസിക്കാനും ജോലി ചെയ്യാനും പഠിക്കാനും കഴിയും. മെഡിക്കെയർ പോലെയുള്ള PR ആനുകൂല്യങ്ങൾക്കും അർഹത ലഭിക്കും. രണ്ടാമത്തേത് സബ് ക്ലാസ് 491 ആണ്. ഇതൊരു റീജിയണൽ പ്രൊവിൻഷ്യൽ വിസ ആണ്. 5 വർഷം വരെ ഈ വിസയിൽ ഓസ്ട്രേലിയയിലെ നിർദ്ദിഷ്ട റീജിയണൽ ഏരിയയിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. ആവശ്യമായ നിബന്ധനകൾ പൂർത്തിയാക്കിയ ശേഷം സബ് ക്ലാസ് 191 വഴി PR-ലേക്ക് മാറാനുള്ള അവസരം ലഭിക്കും. ഇനി പ്രധാന യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപേക്ഷിക്കുന്ന സമയത്ത് സാധാരണയായി 45 വയസ്സിന് താഴെയായിരിക്കണം. നിങ്ങളുടെ തൊഴിൽ ബന്ധപ്പെട്ട സ്കിൽഡ് ഒക്കുപേഷൻ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കണം. കൂടാതെ അംഗീകൃത അറ്റോർണിയിൽ നിന്നുള്ള വാലിഡ് സ്കിൽ അസസ്മെന്റ് ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് ഭാഷാ യോഗ്യതയും ആവശ്യമാണ്. IELTS ഓരോ വിഭാഗത്തിലും കുറഞ്ഞത് 6 അല്ലെങ്കിൽ അതിന് തുല്യമായ ഇംഗ്ലീഷ് ടെസ്റ്റ് സ്കോർ ആവശ്യമാണ്. കൂടാതെ ഓസ്ട്രേലിയൻ പോയിന്റ് ടെസ്റ്റിൽ കുറഞ്ഞത് 65 പോയിന്റ് നേടണം. ഇവിടെയാണ് നോർത്തേൺ ടെറിട്ടറിയുടെ ഒരു പ്രധാന പ്രത്യേകത വരുന്നത്. ചില സംസ്ഥാനങ്ങളിൽ ഉയർന്ന പോയിന്റുള്ള അപേക്ഷകർക്ക് കൂടുതൽ മുൻഗണന ലഭിക്കാറുണ്ട്. എന്നാൽ നോർത്തേൺ ടെറിട്ടറിയിൽ 65 പോയിന്റ് എന്ന അടിസ്ഥാന യോഗ്യത നേടിയാൽ അപേക്ഷ പരിഗണിക്കപ്പെടാനുള്ള അവസരമുണ്ട്. അതിനാൽ പോയിന്റ് കുറവുള്ള ചില അപേക്ഷകർക്കും ഇതൊരു അവസരമായേക്കാം. സംസ്ഥാന നോമിനേഷൻ ലഭിച്ചാൽ സബ് ക്ലാസ് 190ക്ക് അധിക 5 പോയിന്റും സബ് ക്ലാസ് 491ന് അധിക 15 പോയിന്റും ലഭിക്കും. എന്നാൽ നോർത്തേൺ ടെറിട്ടറി തെരഞ്ഞെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന നിബന്ധനയുണ്ട്. വിസ ലഭിച്ചതിന് ശേഷം കുറഞ്ഞത് 3 വർഷം നോർത്തേൺ ടെറിട്ടറിയിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുമെന്ന് അപേക്ഷകൻ സമ്മതിക്കണം. മറ്റു ചില സംസ്ഥാനങ്ങളിൽ ഇത് 2 വർഷമായിരിക്കുമ്പോൾ നോർത്തേൺ ടെറിട്ടറിയിൽ 3 വർഷത്തെ കമ്മിറ്റ്മെന്റ് ആണ് ആവശ്യപ്പെടുന്നത്. ഇനി നിലവിൽ ഓസ്ട്രേലിയയിൽ താമസിക്കുന്നവർക്കുള്ള അവസരം നോക്കാം. NT ഗ്രാജുവേറ്റ് സ്ട്രീം വഴി നോർത്തേൺ ടെറിട്ടറിയിലെ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ കുറഞ്ഞത് 2 അക്കാഡമിക് ഇയർ ഫുൾ ടൈം പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കും. അതുപോലെ NT റെസിഡന്റ് സ്ട്രീമും ഉണ്ട്. നോർത്തേൺ ടെറിട്ടറിയിൽ കുറഞ്ഞത് 12 മാസം തുടർച്ചയായി താമസിക്കുകയും സ്വന്തം തൊഴിൽ മേഖലയിൽ കുറഞ്ഞത് 6 മാസത്തെ പ്രവൃത്തി പരിചയം നേടുകയും ചെയ്തവർക്ക് സബ് ക്ലാസ് 491 നോമിനേഷനായി പരിഗണിക്കപ്പെടാം. സബ് ക്ലാസ് 190 ഉപയോഗിച്ച് കൂടുതൽ കാലം നോർത്തേൺ ടെറിട്ടറിയിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തിരിക്കണമെന്ന നിബന്ധനയുണ്ട്. ഇനി ഇന്ത്യയിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ അപേക്ഷിക്കുന്ന ഓഫ്ഷോർ ആപ്ലിക്കൻസിന്റെ കാര്യം കൂടി നോക്കാം. ഓഫ്ഷോർ അപേക്ഷകർക്ക് പ്രധാനമായും സബ് ക്ലാസ് 491 വഴിയാണ് അവസരം ലഭിക്കുക. നോർത്തേൺ ടെറിട്ടറിയുടെ പ്രയോറിറ്റി ഒക്കുപേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട തൊഴിൽ മേഖലയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. കൂടാതെ നോർത്തേൺ ടെറിട്ടറിയിലെ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള വാലിഡ് ജോബ് ഓഫർ ഉള്ളവർക്കും ചില സാഹചര്യങ്ങളിൽ അവസരം ലഭിക്കും. നോർത്തേൺ ടെറിട്ടറിയിൽ അടുത്ത ബന്ധുക്കളുള്ളവർക്കും പ്രത്യേക ഫാമിലി സ്ട്രീം വഴി അവസരം ലഭിച്ചേക്കാം. ഓസ്ട്രേലിയയിലെത്തി താമസിക്കാനുള്ള സാമ്പത്തിക ശേഷി തെളിയിക്കുന്ന രേഖകളും ആവശ്യമായി വരാം. ഇനി അപേക്ഷ എങ്ങനെ നൽകാം എന്ന് നോക്കാം. ആദ്യഘട്ടത്തിൽ സ്കിൽ സെലക്ട് വഴി എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് അഥവാ EOI സമർപ്പിക്കണം. അതിൽ നോർത്തേൺ ടെറിട്ടറിയെ നിങ്ങളുടെ പ്രിഫേർഡ് സ്റ്റേറ്റ് ആയി തിരഞ്ഞെടുക്കണം. അതിനുശേഷം നോർത്തേൺ ടെറിട്ടറിയുടെ മൈഗ്രേഷൻ പോർട്ടൽ വഴി നോമിനേഷൻ അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷയ്ക്കൊപ്പം സ്കിൽ അസസ്മെന്റ്, ഇംഗ്ലീഷ് ടെസ്റ്റ്, വിദ്യാഭ്യാസ യോഗ്യത, ജോലി പരിചയം, ബാങ്ക് അല്ലെങ്കിൽ സാമ്പത്തിക രേഖകൾ തുടങ്ങിയ ആവശ്യമായ രേഖകൾ നൽകണം. നോമിനേഷൻ അംഗീകരിച്ചാൽ സ്കിൽ സെലക്ട് വഴി വിസ അപേക്ഷ സമർപ്പിക്കാനുള്ള ഇൻവിറ്റേഷൻ ലഭിക്കും. എന്നാൽ ഒരു പ്രധാന മുന്നറിയിപ്പ് കൂടി. ഓസ്ട്രേലിയൻ വിസ നിയമങ്ങളും സംസ്ഥാന നോമിനേഷൻ മാനദണ്ഡങ്ങളും ഇടയ്ക്കിടെ മാറാം. അതിനാൽ PR ഉറപ്പാണ് എന്ന് വാഗ്ദാനം ചെയ്യുന്ന വ്യാജ ഏജന്റുമാരെ സൂക്ഷിക്കുക. അപേക്ഷ നൽകുന്നതിന് മുൻപ് ഓസ്ട്രേലിയൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ്, നോർത്തേൺ ടെറിട്ടറി ഗവൺമെന്റ് എന്നിവയുടെ ഏറ്റവും പുതിയ ഔദ്യോഗിക വിവരങ്ങൾ പരിശോധിക്കുക. ആവശ്യമെങ്കിൽ രജിസ്റ്റർ ചെയ്ത MARA മൈഗ്രേഷൻ പ്രൊഫഷണലിന്റെ സഹായവും തേടാം.
ഓസ്ട്രേലിയൻ ഇമിഗ്രേഷനിലെ ഏറ്റവും പുതിയ വാർത്തകളും വിസ അപ്ഡേറ്റുകളും തത്സമയം അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.